ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 175 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ളൊരു റോഡാണ്. അപ്പുറത്തും ഇപ്പുറത്തും 6 വരിയാണ്, 12 വരി പാതയാണ്. മൊത്തത്തിൽ ഈ നടുക്ക് ഉള്ള സ്ഥലം കണ്ടില്ല. നമ്മളിവിടെ കേരളത്തിൽ ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ജസ്റ്റ് ഒരു ഡിവൈഡർ മാത്രമേ ഉള്ളൂ, സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇവിടെ നല്ലൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യേണ്ട നല്ല വീതിക്കുള്ള ഡിവൈഡർ ഉണ്ട് ഇവിടെ. ആ കാണുന്ന ഡിവൈഡറാണ്. 2 സൈഡിലായിട്ട് 6 വരി 12 വരി പാത. വലിയ വണ്ടികൾക്ക് 80 കിലോമീറ്റർ സ്പീഡും കാറുകൾക്ക് 140 കിലോമീറ്ററുടെ സ്പീഡിലും നമുക്കിവിടെ പോകാൻ പറ്റും. 100 ബില്യൺ ബാരലാണ്. ഇതാണ് അബുദാബിയിലെ മുനിനാരായണ സ്വാമി മന്ദിർ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇവിടെ ഫോട്ടോഷോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ കയറുന്ന കുറേ ചടങ്ങാണ്. അതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നില്ല. അകത്തല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, ക്യാമറ കൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് ഇതാണ് ഏറ്റവും ക്ലോസസ്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ഫോട്ടോ എടുക്കാം. ഫോട്ടോയിലൊക്കെ കാണുന്ന, വീഡിയോയിലൊക്കെ കാണുന്ന ഫെറാറി വേൾഡിൻ്റെ ഫ്രണ്ടാണിത്. ഇത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റോളർ കോസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ. ഫെറാറി വേൾഡ്. റോളർ കോസ്റ്ററാണ്, അതിൻ്റെ ട്രാക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ യാസ് ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. ഇവിടെ ഫോർമുല 1 റേസ് നടക്കുന്ന ഒരു ട്രാക്കും കൂടെ ഉണ്ട്, ഗ്രാൻഡ് പ്രിക്സ് ട്രാക്ക്. എല്ലാ വർഷവും നവംബർ 18-നാണ് ഫോർമുല 1 റേസ് നടക്കുന്നത്. ഫെറാറി വേൾഡിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്, യാസ് മാളിൻ്റെ. ഇതിനകത്തോട്ട് യാസ് മാളിലേക്ക് എൻട്രൻസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ അനുവദിച്ച സമയം 11:40 ഈ പോയിന്റിലാണ് നമ്മൾ അസംബ്ലി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വാഷ്റൂം, ലേഡീസ് അവിടെ, ജെൻസ് ഈ സെക്ഷൻ. അത് കഴിഞ്ഞാൽ എക്സ്കലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെറാറി വേൾഡിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് മുകളിൽ കാണുന്നു. അവിടെ നിന്ന് ഫോട്ടോ. ഇത് യാസ് ഷോപ്പിംഗ് മാളാണ്. ഇതിലൂടെയാണ് ഫെറാറി വേൾഡിലേക്കുള്ള എൻട്രൻസ്. ഇത് കഫേയാണ്, റെയിൻ ഫോറസ്റ്റ് കഫേ. ഇവിടെ നിന്ന് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാറുണ്ട് ഫെറാറി വേൾഡിൻ്റെ എൻട്രൻസിൽ നിന്ന്. ഇവിടെ കുറേ വിൻറ്റേജ് കാർഡ്സൊക്കെ ഉണ്ട്. ആ കാറിൻ്റെ മുമ്പിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. അത് കുറേ വിൻറ്റേജ് കാർഡ്സൊക്കെ കാണുമല്ലേ? വിൻറ്റേജ് കാർഡ്സൊക്കെ കാണത്തില്ലേ? വിൻറ്റേജ് കാർ. ആ, ഫോട്ടോ എടുക്കാനായിട്ട്. അത് അവിടെ കാണുന്നുണ്ടല്ലോ. ഫെറാറി സ്റ്റോർ. ഫെറാറിയുടെ ഒരു റേസ് കാർ ഇവിടെ ഡെമോയ്ക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത് നിന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ കാണാനേ പറ്റും. തീം പാർക്കിൻ്റെ എൻട്രൻസ് ആണ് ഫെറാറി തീം പാർക്കിൻ്റെ. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ അകത്തൊരു കാർ കിടപ്പണം, അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാം. ഫെറാറി കാറിൻ്റെ അടുത്തുനിന്നൊരു ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക. ഇത്ര അടുത്തൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഫസ്റ്റ് ആദ്യത്തെ ഇവിടെ ഫോട്ടോ എടുക്കാം, പൈസ കൊടുത്താൽ ഫോട്ടോ എടുക്കാമെന്ന് എനിക്ക് കാറിൻ്റെ കൂടെ നോക്കി ഫോട്ടോ. ഇത് ഫെറാറിയുടെ ഒരു സ്റ്റോറാണ്.
ഒക്കെ ഡിസ്കൗണ്ട് സാധനങ്ങളൊക്കെ കിട്ടും. മുമ്പിലൊരു കാറ് കിടപ്പുണ്ട്, ഒരു ഒട്ടകവും കാറും. അറബിയും ഒട്ടകവും മാധവൻ നായർ എന്ന് പറയുന്ന കണക്ക് ലാൻഡ് റോവർ. എൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് ബോട്ടിൽ കാണുന്ന പ്രസിഡൻഷ്യൽ പാലസിന് അറബിയിൽ പറയുന്ന പേരാണ് കസറൽ വത്താൻ. പ്രസിഡൻഷ്യൽ പാലസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഗവൺമെന്റ്, ഇവരുടെ മീറ്റിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് ഈ കസറൽ വത്താൻ അഥവാ പ്രസിഡൻഷ്യൽ പാലസ്. ഞങ്ങളുടെ അബുദാബി സിറ്റി ടൂർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അബുദാബി സിറ്റി കോർണിഷ്. ഇത് വൈകിട്ടൊക്കെ ആണെങ്കിൽ അതിസുന്ദരമായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ നട്ടുച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും കാഴ്ചയ്ക്ക്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. അബുദാബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എല്ലാ ടൂറിസ്റ്റുകളും ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നൊരു സ്ഥലം കൂടിയാണിത്. എടുക്കണം. ആ കാണുന്ന ഒരു ടവർ കണക്കുള്ള സ്ഥലം റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആണത്. അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. വളരെ സ്ലോ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്ത് കഴിയുന്നത്. ഇതിൻ്റെ അടുത്ത് കാണുന്നൊരു ഹോട്ടലാണ്, ഹോട്ടൽ അറ്റ്ലാന്റിസ്റ്റ്. അതേ സെയിം ഷേപ്പിലുള്ള ഹോട്ടലാണ്. പാം ജുമൈരയിൽ നമ്മളത് കണ്ടാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. അതേപോലെ ഷേപ്പുള്ള ഹോട്ടലാണ് ഇത്. ആണ് അബുദാബി കോർണിഷ് എന്ന് പറയുന്ന സ്ഥലം. 10 കിലോമീറ്റർ നീളത്തിൽ ഇവരൊരുക്കിയിട്ടേക്കുന്ന സ്ഥലമാണ് കോർണിഷ്. ഇവിടെ അതിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് ആണെന്നേ ഉള്ളൂ നീളത്തിൽ. അതായത് അറബിക്കടലിൻ്റെ ഒരു ചാല് കീറി ഒരു തോട് കണക്കാക്കിയിരിക്കുകയാണ്. അതായത് സബർമതി, നമ്മൾ ഗുജറാത്തിൽ പോയാൽ സബർമതി റിവർ ഫ്രണ്ട് കാണുന്ന പോലെ. അവിടെ ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അബുദാബി കോർണിഷ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകിട്ടൊക്കെ വന്ന് പറയുന്നൊരു സ്ഥലമാണ്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലം കാണത്തില്ല. സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് ഞങ്ങൾ കോർണിഷ് കണ്ടിട്ട് ഇപ്പം വന്നിരിക്കുന്നത് UAE ഭരണാധികാരിയുടെ കൊട്ടാരം കാണാനാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അബുദാബി ഭരണാധികാരിയുടെ കൊട്ടാരം, പ്രസിഡൻഷ്യൽ പാലസും. ഇത് പ്രസിഡന്റിന്റെ പാലസ്, UAE പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ദുബായ് പ്രസിഡന്റിന്റെ പാലസ് കണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ അബുദാബി പ്രസിഡന്റിന്റെ പാലസ് കാണുന്നു. അബുദാബി പ്രസിഡന്റ് UAEയുടെ പ്രസിഡന്റും ഉണ്ട്, അബുദാബിയുടെ ഉണ്ട്. രണ്ട് സൈഡ് ബൈ സൈഡായിട്ടാണ്. രണ്ടൊരാൾ തന്നെയാണോ? രണ്ട് വീട്ടിൽ മാറി മാറി താമസിക്കുമായിരിക്കും. അതല്ല, എത്ര എണ്ണം പറഞ്ഞ ഓരോന്നിനകത്ത് ഓരോ കാര്യമാണ്.